ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ക്വിക്ക് കരിയർ ആൻഡ് ലവ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. ഇപ്രാവശ്യം ഞാൻ ഓർഡറിലല്ല പോയിരിക്കണേ റീഡിങ്സിൽ. ഞാൻ ലീബ്രയുടെ റീഡിംഗ് വേഗം പോസ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ നിങ്ങളുടെ പ്രീവിയസ് റീഡിങ്, മുമ്പത്തെ റീഡിങ്ങിന് കുറേ വ്യൂസ് കിട്ടി. അതുകൊണ്ട് താങ്ക് യു ലീബ്ര. ആൻഡ് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യണു, കമൻറ്റ് ചെയ്യണു, വ്യൂ ചെയ്യണു ഈ വീഡിയോനെ, അത്രയും എനിക്ക് നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വീഡിയോന് നല്ല വ്യൂസ് കിട്ടിയാൽ എനിക്ക് അത് വേഗം റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ലവ് റീഡിംഗ് ആണ് മുമ്പേ ആദ്യം ചെയ്യാൻ പോണേ. അപ്പോൾ ലവിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണെന്ന് നമ്മൾക്ക് നോക്കാം. ലവ് ലൈഫിൽ ഫസ്റ്റ് കാർഡ് 7 of Swords ആണ്. Knight of Cups and Queen of Wands. ഓവറോൾ ഔട്ട്കം എനർജി 5 of Swords ആണ്. ആൻഡ് നിങ്ങളുടെ കരിയറിൽ എന്താ ഉണ്ടാവാൻ പോണേ? നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം ആൻഡ് എനർജി. സോറി. അപ്പോൾ ലീബ്ര, ഞാൻ ക്ലാരിഫൈ ചെയ്യാറില്ല ഈ റീഡിങ്ങിൽ. പക്ഷെ നിങ്ങളുടെ ലവ് റീഡിങ്ങിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുക്കണു. അപ്പോൾ ഓക്കെ ലീബ്ര, നിങ്ങളുടെ ലവ് ലൈഫിൽ ഞാൻ കാണുന്നത് 5 of Swords ആണ്. ഓവറോൾ ഔട്ട്കം ആൻഡ് എനർജി. ഇത് ആക്ച്വലി കുറേ ഒരു അൺഹെൽതി കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ ഫൈറ്റ്സ് ഉണ്ടാവും. ഓറൽസ് മേ ബി നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു അൺഹെൽതി കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫൈറ്റിൽ നിങ്ങൾ തന്നെ ജയിക്കണം. ആൻഡ് ഇത് നിങ്ങളുടെ സൈഡിന് മാത്രമല്ല, നിങ്ങളുടെ പാർട്ട്ണറുടെ സൈഡിനും ആവാം. ഒരു കോമ്പറ്റേറ്റീവ്നെസ് ഉണ്ട്. അതല്ലാച്ചാൽ മേ ബി കുറേ ഗോസിപ്പ് ഉണ്ട് നിങ്ങളെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് വെച്ചാൽ മേ ബി വേറെ ആൾക്കാർ നിങ്ങളെ പറ്റി എന്തോ പറയുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണിനെ പറ്റി എന്തോ ഗോസിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിലേക്കാണ് നിങ്ങൾ ആ ഇൻഫ്ലുവൻസിലാണ് സറൗണ്ട് ആയിരിക്കണേ. മേ ബി നിങ്ങൾക്ക് ഇത് അറിയുണ്ടാവില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇത് നിങ്ങളെ നെഗറ്റീവ്ലി കുറേ ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങൾക്ക് എപ്പോഴും എനർജി വൈസ് ലോ ആയി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ, എപ്പോഴും ഒരു എൻതൂസിയാസം ഫീൽ ചെയ്യുന്നില്ല വെച്ചാൽ ഒരു ലവ് കണക്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ചുറ്റുഭാഗത്തിൽ ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന്. നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ 7 of Swords ആണ്. അപ്പോൾ അഗൈൻ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്തോ ഒരു റെഡ് ഫ്ലാഗിനെ ഇഗ്നോർ ആണ് ചെയ്യണത്. ഇപ്പോൾ ഈ റെഡ് ഫ്ലാഗ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്തോ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഇഗ്നോർ ചെയ്യണത്. ഓറൽസ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലാച്ച നിങ്ങൾ അഡ്വൈസിന് പോണ ആൾക്കാർ, മേ ബി അവർ ആക്ച്വലി നിങ്ങളെ നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യണത്. അത് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആൻഡ് അതുകൊണ്ടാണ് ഇവിടെ 7 of Swords കാണുന്നത്. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾ അതിനെ ഇഗ്നോർ ആണ് ചെയ്യണത്. അപ്പോൾ യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളോട് ഇത് ശ്രദ്ധിക്കാനാണ് പറയണത്. ഇല്ലാച്ചാൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമോ, എഫക്റ്റ് ചെയ്യും. അഗൈൻ ഇവിടെ കുറേ വേറെ ആൾക്കാർ നിങ്ങളുടെ ലവ് ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്.
ആൻഡ് മേ ബി ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും അവരെ അലൗ ചെയ്യുന്നുണ്ടാവും. ചിലവർ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കുറെ ഇൻവോൾവ് ചെയ്യും ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ ചിലപ്പോൾ അതിലൊരു ബൗണ്ടറി ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഇല്ല ചില സമയത്ത് ചില ആൾക്കാർ ആ ബൗണ്ടറിനെ ഓവർ സ്റ്റെപ്പ് ചെയ്യും, കുറെ ഇന്റർഫിയറൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ എവിടെയോ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ടാണ് എഫക്ട് ചെയ്യണത്. ഇവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. മേ ബി ഇത് ഇതുവരെ വന്നിട്ടുണ്ടാവില്ല, ഓർ ഈ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇത് ഫ്യൂച്ചറിൽ ഉണ്ടാവും. പക്ഷെ അഗൈൻ സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ വേറെ ആൾക്കാരെ ഇതിൽ ഇന്റർഫിയർ ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ വേറെ ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഫാമിലി ഫ്രണ്ട്സ് അവരൊക്കെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കുറെ കൺഫ്യൂഷൻ ആണ് ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ ലാസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് വോൺസ് ആൻഡ് മജിഷ്യൻ ആണ്. അപ്പോൾ അഗൈൻ എനിക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഫയർ സൈൻ ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്. ഇല്ലാച്ച ഒരു വാട്ടർ സൈൻ ആണ്, പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ. നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ആണ് ചെയ്യണത് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ആൻഡ് ഈ മാനിഫെസ്റ്റേഷൻ ട്രൂ ആവാൻ സാധ്യത ഉണ്ട്. പക്ഷെ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാരുടെ കൂടുതൽ ഒപ്പീനിയൻസ് ഒന്നും ചോദിക്കാൻ പോകണ്ട. നിങ്ങൾ കൺവിൻസ് അയച്ചാൽ അത് ഫോളോ ചെയ്താൽ മതി. ഇവിടെ ഡെഫിനറ്റ്ലി വേറെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടല്ല, ഇത് മാത്രം ഒരു പ്രോബ്ലം ആണ്. വേറെ എനിക്ക് സ്റ്റോറി എന്താ കിട്ടണ വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ വേറെ പേഴ്സണിനെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓറൽസ് മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു അഫെയർ ഉണ്ട്. ഇല്ലച്ചാൽ നിങ്ങളുടെ പേഴ്സണിന്റെ എന്തോ ഒരു അഫെയർ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. ആ റെഡ് ഫ്ലാഗ് അത് നിങ്ങൾ ഇഗ്നോർ ആണ് ചെയ്യണത്. ഓറൽസ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ അതിനെ ഇഗ്നോർ ആണ് ചെയ്യണത്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് ക്വീൻ ഓഫ് വോൺസ് ഇവിടെ. ക്വീൻ ഓഫ് വോൺസ് യൂഷ്വലി ഒരു അതർ പേഴ്സന്റെ എനർജിയാണ്. ആൻഡ് അത് നിങ്ങൾക്ക് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അങ്ങനത്തെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാച്ചാൽ അതിനെ ക്ലാരിഫൈ ചെയ്യുക നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ. കരിയറിൽ ഞാൻ കാണുന്നത് 2 ഓഫ് കപ്സ് ആണ് ഔട്ട്കം. ഇതൊരു പാർട്ട്ണർഷിപ്പിന്റെ എനർജിയാണ്, ഒരു നല്ല പാർട്ട്ണർഷിപ്പിന്റെ എനർജിയാണ്, വർക്ക് പാർട്ട്ണർഷിപ്പ്. 2 ഓഫ് കപ്സ് ഒരു കമ്പാറ്റബിൾ പാർട്ട്ണറുടെ എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ നിങ്ങളുടെ കലീഗ് ആവാം, നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആവാം. പക്ഷെ ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ വർക്ക് വൈസ് നല്ല കമ്പാറ്റബിലിറ്റി ഉണ്ട്. എന്നോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വർക്കിൽ. മേ ബി നിങ്ങൾ കുറെ എഫേർട്ട് ഇട്ട് ഒരു പ്രോജക്റ്റിൽ ഇല്ലാച്ച ഒരു ബിസിനസ്സിൽ, പക്ഷെ അതിന്റെ റിവാർഡ്സ് കിട്ടാൻ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കണത്. എവിടെയോ നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ട്, അത് ഇത് ചിലപ്പോൾ വരില്ലേ, ഇത് ചിലപ്പോൾ ഉണ്ടാവോ, ഇത് ഞാൻ വെറുതെ ആണോ വെയിറ്റ് ചെയ്യണത്. അപ്പൊ അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇപ്പോൾ എങ്ങനെയാ ഇപ്പോൾ മുമ്പോട്ട് പോകണ്ടെന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലാണ് നിങ്ങളുടെ കണ്ണിൽ ഈ ഒരു ബ്ലൈൻഡ് ഫോൾഡ് ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ എങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെ മുമ്പോട്ട് പോവാ, എന്തായിരിക്കും ഫ്യൂച്ചർ ഒന്നും അറിയാണ്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോണത്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ സൂക്ഷിച്ച് പ്ലാൻ ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങൾ ഈ സമയത്ത് ക്ലിയർലി എന്താ മുമ്പിൽ ഇല്ലതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് നിങ്ങളോട് പറയണത് വെച്ചാൽ അതൊക്കെ അതിന്റെ വോയിസ് കേൾക്കുക. അഗൈൻ ഫ്യൂച്ചറിലും ഞാൻ കൺഫ്യൂഷൻ ആണ് കാണുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ഡിസിഷൻസ് എടുക്കുക. എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉള്ള സ്റ്റേറ്റിൽ എന്തെങ്കിലും ചോയ്സോ ഡിസിഷൻ എടുത്താൽ ചിലപ്പോൾ അത് ബാക്ക് ഫയർ ആവും. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയിട്ട് മതി ഡിസിഷൻസ് എടുക്കുക. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഡിസിഷൻസ് എടുക്കരുത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കരിയറിൽ ഞാൻ മെസ്സേജസ് കാണുന്നത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വേറെ കൂടുതൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെച്ചാൽ പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരാം. കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി എത്രയും കൂടുതൽ ഈ വീഡിയോനെ വ്യൂസ് കിട്ടണു, ലൈക്സ് കിട്ടണു, അത്രയും ഞാൻ നെക്സ്റ്റ് ടൈം ഈ വീഡിയോനെ ഫസ്റ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ. ഇല്ലാച്ചാൽ
ഈ വീഡിയോനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കൂടുതൽ വ്യൂസും കിട്ടും ഇതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.